നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോകളൊക്കെ വളരെ വൈകിയാണ് ഇടുന്നതെന്ന് എനിക്കും അറിയാം. അതിൻ്റെ പ്രധാന കാരണം ഒന്ന് കോപ്പിറൈറ്റ് കാരണം കൊണ്ടാണ്. പിന്നെ അടുത്തത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുടെ തിരക്കും. പിന്നെ ബാക്കി കിട്ടുന്ന മുഴുവൻ സമയവും ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോകൾക്ക് ആയിരക്കണക്കിന് കാഴ്ചക്കാരൊന്നും ഇല്ലെങ്കിലും ഒരു ഇരട്ട സംഖ്യയെങ്കിലും ഒരു മൂന്നക്ക സംഖ്യയെങ്കിലും ഒരു ചില വീഡിയോകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിലും ഒരു ചില സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹം നിറഞ്ഞുള്ള കമൻറ്റുകൾ വായിക്കുമ്പോൾ അതെനിക്ക് അറിയാം. ആര്യൻ എന്ന് പറയുന്നൊരു സുഹൃത്ത് നമ്മുടെ വീഡിയോകളുടെ താഴൊക്കെ വന്ന് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അതെനിക്ക് കൂടുതലായിട്ട് പ്രചോദനം നൽകുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റസ് വേൾഡ് എന്ന് പറയുന്നൊരു ഐഡിയയിൽ ഒരു സുഹൃത്ത് എപ്പോഴും വന്ന് ചോദിക്കുക, പ്ലീസ് അപ്ഡേറ്റ് ബ്രോ, പ്ലീസ് അപ്ഡേറ്റ്, എപ്പോഴാണ് അടുത്ത വീഡിയോ വരുന്നത് എന്നതുപോലെ നിരന്തരമായി ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തെ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി ലൈനൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കുന്നുണ്ട്, സമയപരിധിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയുടെ തിരക്ക് അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മുടെ വീഡിയോകളൊക്കെ വരാനായിട്ട് ഇത്രയും വൈകുന്നത്. എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് വലുതായിട്ട് ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളെ സമ്പാദിച്ചതിൽ എനിക്കതിൽ നല്ല സന്തോഷമുണ്ട്. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഞാൻ വീഡിയോകൾ ഇനി നിരന്തരം ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ അതിന് കുറച്ച് വൈകുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോലിയുടെ തിരക്ക്. അതൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സ്ഥിരമായിട്ട് പക്ഷേ ഞാൻ വീഡിയോകളിടാം. പക്ഷേ നിങ്ങളുടെ ഈ വാക്കുകൾ എനിക്ക് എപ്പോഴും നിരന്തരം നിങ്ങൾ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നാൽ എനിക്കത് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് പ്രചോദനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സീസൺ 4 എന്തായാലും ഞാൻ മുഴുവനായിട്ടും ചെയ്യാം. കമൻറ്റ് ഇടുന്ന എല്ലാവരുടെയും പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് കഥയ്ക്കുള്ളിലോട്ട് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ റോളോയുടെ ശരിക്കുള്ള സ്വഭാവം നമ്മൾ കണ്ടു. റോളോ തൻ്റെ സഹോദരനായ റാഗ്നറിനെയും അവൻ്റെ പാരമ്പര്യത്തിനെയും ചതിച്ചു. ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 4 എപ്പിസോഡ് 2 കിൽ ദ ക്യൂൻ. സ്കാൻഡിനേവിയയിൽ ഇപ്പോൾ ശൈത്യകാലമാണ്. ഒരു കൊടും കാട്ടിനുള്ളിൽ ആ കൊടും ശൈത്യകാലത്ത് കഠിനമായിട്ടുള്ള ജീവിത പരിശീലനത്തിനായി ബിയാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തണുത്ത കാറ്റിങ്ങനെ നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും ഒരു മനുഷ്യൻ പോലുമില്ല. ദൂരങ്ങളായിട്ട് കിലോമീറ്ററുകളോളം ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൂരത്തിൽ ഒരു വീട് കാണും. അങ്ങനെ അടുത്ത് പോയിട്ട് ആ വീടിൻ്റെ വാതിൽ തുറന്നു നോക്കിയതും ഉള്ളിലാണെങ്കിൽ ആരും തന്നെ ഇല്ല. എവിടെ കാത്തുകെട്ടല്ല, രാത്രിയായതും അവിടെയുള്ള ജനങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെറിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഫ്ലോക്കിയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴവിടെ പോയി നോക്കിയാൽ ആ കെട്ടിയിട്ട ചങ്ങല മാത്രമേ ഉള്ളൂ. ഫ്ലോക്കിയെ കാണാനില്ല. അടുത്ത് തന്നെ ഹിൽഗ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്ലോക്കിയെ ആരാണ് രക്ഷിച്ചത് എന്നൊക്കെ. കിങ് റാഗ്നർ ഒറ്റയ്ക്കിരുന്നിങ്ങനെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു സൈനികൻ വന്ന് പറയും, കിങ് റാഗ്നർ, ഫ്ലോക്കി രക്ഷപ്പെട്ടു പോയി. അപ്പ റാഗ്നർ, നന്നായി, എല്ലാവരും കൂടെ പോയി അവനെ പോയി കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞിങ്ങനെ ആജ്ഞാപിക്കും. രക്ഷപ്പെട്ടു പോയ ഫ്ലോക്കി ഇന്നലെ രാത്രി മുതൽ ഓടാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ രാവിലെ ആയിട്ടും ഓടാൻ നിർത്തിയിട്ടില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാത്തകെട്ട് മുഴുവനായിട്ടും മലകളും കുന്നുകളും കാടുകളൊക്കെ ആയിട്ട് കിടക്കില്ല. അതിലൂടെയൊക്കെ ഇങ്ങനെ ഫ്ലോക്കി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കിങ്ഡം ഓഫ് വെക്സസ് ഇംഗ്ലണ്ടിൽ കൊട്ടാരത്തിൽ കിങ് എഗ്ബത്ത് മേഴ്സിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വാർത്തകളുണ്ട്. എത്തൽവുൾഫ് പറയും, മേഴ്സിയിലെ ചില പ്രഭുക്കന്മാർ നമ്മളോട് കൂറു പുലർത്താൻ തയ്യാറല്ല. അവർ ക്യൂൻ കുന്തനത്തിനോട് നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവളും അവളുടെ മകൻ മാഗ്നസും ഏതൊരു ഗോപുരത്തിൽ തടവിലാണ്. ഇതേ സമയത്ത് പ്രശ്നക്കാരായിട്ടുള്ള പ്രമുഖന്മാർ ചിലർ സ്വയം അവർ ഒരു പുതിയ ഭരണസമിതി രൂപീകരിക്കുകയും ചെയ്തു. കിങ് എഗ്ബത്ത് മേഴ്സിയ ആയിട്ട് തന്നെ നമ്മുടെ കരാറ് ലംഘിച്ചിരിക്കുന്നു. ഈ പരിധി വിട്ട പ്രവൃത്തി ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത് ഞാൻ ക്ഷമിക്കുകയുമില്ല. ഈ വിവരം കിങ് ഏലയ്ക്ക് കത്തയച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും മേഴ്സിയുടെ മേലെ സൈന്യശക്തി ഉപയോഗിക്കേണ്ടി വരുന്ന സമയം. അപ്പൊ ഏത്തൽവുൾഫ്, പക്ഷെ അതിന് മുൻപായിട്ട് ക്യൂൻ കുന്തനത്തിനെയും അവളുടെ മകനെയും രക്ഷിക്കാനായി നമ്മൾ അവസാനമായിട്ട് ഒന്നുകൂടെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുപേര് പറയും, ആ ഗോപുരം എവിടെയാണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടുപിടിക്കാം, ഇപ്പോൾ തന്നെ ചാരന്മാരെ അയക്കാമെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന സഭയിലുള്ള നോബൽസൊക്കെ, പക്ഷെ പ്രിൻസ്, അവരെ രക്ഷിക്കുന്നതൊക്കെ നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യമല്ലേ? ഇതിനൊക്കെ വലിയൊരു സൈന്യം പോരാളികളെ നിർത്തി അവരെയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് വലിയൊരു ഭീമമായിട്ടുള്ള ചിലവ് മാത്രമാണ്. ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നതുപോലൊക്കെ ഇങ്ങനെ പറയും. അപ്പ കിങ് എഗ്ബത്ത്, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇതൊരു ആഡംബര ചെലവാണ് എന്നതുപോലാണല്ലോ. പക്ഷെ ഞാൻ മുന്നറിയിപ്പ് തരുന്നു, ഇത് അത്യാവശ്യമാണ്. കാരണം റാഗ്നർ ലോത്ബ്രോക്ക് അതുപോലെ മറ്റാരെങ്കിലോ ഏത് നിമിഷവും നമ്മുടെ തീരത്ത് അടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ സംസാരിക്കുന്നത് വെക്സസിന്റെ വിധിയെക്കുറിച്ചാണ്. അവിടെ ഊബെ, ഹിൻസെഗ്, പിന്നെ കുറച്ച് വൈക്കിംഗ് പോരാളികൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ഫ്ലോക്കിയെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടുകൾ, മലകൾ അങ്ങനെയായിട്ട് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഫ്ലോക്കിയുടെ ഭാര്യ ഹെൽഗയെ കാണാനായിട്ട് ഇപ്പോൾ റാഗ്നർ വന്നിട്ട് ചോദിക്കും, നീയാണോ ഫ്ലോക്കിയെ രക്ഷിച്ചത് ഹെൽഗ? അപ്പ ഹെൽഗ, അറിയാമല്ലോ ഞാനായിരിക്കുമെന്ന്. അപ്പ റാഗ്നർ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ അത് നിന്റെ കടമയാണ്. അപ്പ ഹെൽഗ,
ഫ്ലോക്കി നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അപ്പം റാഗ്നർ, എനിക്കറിയാം അവൻ എന്നെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. മറ്റാരേക്കാളും നന്നായിട്ട് അത് നിനക്കറിയാം. ശൈത്യകാലമാണ് വന്നിരിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായാലും നീയും നിൻ്റെ മകൾക്കും വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചാക്കിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് വന്ന് കൊടുത്തിട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശൈത്യകാലമായി കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയാണ്. അത് കാരണം കൊണ്ടാണ് റാഗ്നർ ഇങ്ങനെ വന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ വന്ന് കൊടുത്തിട്ട് പോകുന്നത്. ഇവിടെ വെക്സസിൽ സൈന്യത്തെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ പരിശീലനമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെക്സസിൽ കുറച്ച് സൈനികരെ കുന്തനത്തിനെയും അവളുടെ മകൻ മാഗ്നസിനെയും ഒരു ഗോപുരത്തിൽ തടവിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ആ ഗോപുരം എവിടെയാണെന്ന് പറഞ്ഞ് ആത്തൽ വുൾഫിനെയും കുറച്ച് സൈനികരെ ഇങ്ങനെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവരൊരു പെട്ടിയിൽ ഇങ്ങനെ അവരുടെ തല മാത്രം വെട്ടിയിട്ട് ഇങ്ങനെ അയച്ചു വിടും. ഇത് കാണുന്ന ലോർഡ് ആത്തൽ വുൾഫിന് കിങ് എഗ്ബത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരാളിങ്ങനെ ദൂരത്തിൽ നിന്ന് ഇങ്ങനെ ഓടി വരും. അതായത് ഇവിടെ നിന്ന് പോയതിൽ ഈ ഒരു സൈനികൻ മാത്രമേ ജീവനോടുകൂടി തിരിച്ചു വന്നിട്ടുള്ളൂ. ഇപ്പോൾ ആ സൈനികനോട് കിങ് എഗ്ബത്തും ആത്തൽ വുൾഫും പറയും, ഇദ്ദേഹം അവിടെ പോയിട്ടുണ്ടായിരുന്നപ്പോൾ മേഴ്സിലെ ഭരണം പിടിച്ചെടുത്തില്ലേ നോബൽസ്, അവരെ റിബൽ നോബൽസ് എന്ന് പറയും. അതിൽ ഒരു നോബൽ ഉണ്ടായിരുന്നത്ര, അദ്ദേഹത്തിൻ്റെ പേരാണ് ഡബ്ല്യു. ഈ ഡബ്ല്യു എന്ന് പറയുന്ന ആൾ ഈ റിബൽ നോബൽസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഡബ്ല്യു എന്ന് പറയുന്ന ആൾ ഈ സൈനികനോട് ആ കാര്യങ്ങളെല്ലാം പറയും. അതായത് കുന്തനത്തും അവളുടെ മോൻ മാഗ്നസും ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ കിങ് എഗ്ബത്ത്, ഈ ഡബ്ല്യു എന്ന് പറയുന്ന ആൾ നിന്നോട് അങ്ങനെ പറയുന്നു, പക്ഷേ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നതുപോലെ ഇങ്ങനെ പറയും. അപ്പോൾ ആത്തൽ വുൾഫ് ഇതെല്ലാം വിശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം വിശ്വസിക്കില്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ ലോർഡ് ആത്തൽ വുൾഫിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് സൈനികരെയും കൂട്ടിയിട്ട് കുന്തനത്തിനെയും അവളുടെ മകനെയും രക്ഷിക്കാനായിട്ട് അങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ കിങ് എഗ്ബത്ത് ആത്തൽ വുൾഫിനോട്, നമ്മുടെ ഏറ്റവും മികച്ച പോരാളികളെയും കൂട്ടിയിട്ട് നീ പൊയ്ക്കോ, നിൻ്റെ കൂടെ ദൈവത്തിൻ്റെ തുണയുണ്ടാവും. പിന്നെ അവൻ്റെ പ്രവൃത്തിയിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ സംശയം തോന്നിയാൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കണം. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ മകനെ രക്ഷിക്കണം, മാഗ്നസിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു വിടും. ഇപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ കിങ് എഗ്ബത്ത് ജൂഡിറ്റിന് മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അവളായിട്ട് റൊമാൻറ്റിക് ആവാമെന്ന് പറഞ്ഞിങ്ങനെ വിചാരിക്കുമ്പോൾ ജൂഡിറ്റ്, വേണ്ട, നിങ്ങളൊരു കിങ് ആയത് കാരണം കൊണ്ട് മാത്രം എല്ലാത്തിനെയും ഞാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇനി മുതൽ നിങ്ങൾ എന്നെ കിടക്കൊക്കെ പങ്കിടാനായിട്ട് നിർബന്ധിക്കാൻ കഴിയില്ല. അപ്പം കിങ്, ഞാൻ നിന്നെ നിർബന്ധിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ശത്രുക്കളെ നിർബന്ധിക്കേണ്ട ആവശ്യമുള്ളൂ. മാത്രമല്ല, ഞാൻ നീ സ്വതന്ത്രമായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജനിച്ച നാൾ മുതൽ ഈ ഒരു നിമിഷം വരെ നീ സ്വതന്ത്രം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പ്രിൻസസ് ആയത് കാരണം കൊണ്ട് അത് കൂടുതൽ വഷളായി. ഒരു സ്വർണ്ണ പൂട്ടിനുള്ളിലാണ് നിൻ്റെ ജീവിതം. അപ്പോൾ ജൂഡിറ്റ്, സത്യമാണ്, എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം കിങ് എഗ്ബത്ത്, ശരിക്കും നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സ്വതന്ത്രയായി കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്താലാണ് സന്തോഷവും തൃപ്തിയും കിട്ടുന്നത്? അപ്പം പറയും, എനിക്കൊരു ചിത്രകാരിയാവണം, ആത്ലസ്റ്റിനെ പോലെ. കൊള്ളാം, നിന്നെ പഠിപ്പിക്കാനായി നല്ലൊരു അധ്യാപകനെ കണ്ടുപിടിക്കണം. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്? ഇതുവരെയായിട്ടും ഒരു സ്ത്രീക്ക് പോലും വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനോ അതിൽ പ്രവർത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഇവിടെ രക്ഷപ്പെട്ട് ഓടിപ്പോയ ഫ്ലോക്കി ഒരിടത്ത് പോലും വിശ്രമിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോക്കിയുടെ പിന്നാലെ തന്നെ അവരും ഇങ്ങനെ പിന്തുടർന്ന് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഫ്ലോക്കിയുടെ ചോരയൊക്കെ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ താഴേക്കായിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് ഇവരിങ്ങനെ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ പാരീസിൽ റോളോ ഉണ്ടല്ലോ. റോളോ വൈക്കിങ്ങുകൾക്കും റാഗ്നറിനും എതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോവാണ്. വൈക്കിങ്ങുകളാണെങ്കിൽ അടുത്ത വേനൽക്കാലത്ത് ഇവിടേക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. ഈ കനത്ത ശൈത്യകാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ വരികയാണെങ്കിൽ നദിമാർഗം മാത്രമേ പാരീസിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റോളോ വന്നിങ്ങനെ പറയും, ഈ നദിയുടെ ഇരുവശത്തുമായിട്ട് വലിയ 2 ഗോപുരം കെട്ടണം, എന്നിട്ട് ആ 2 ഗോപുരത്തിൻ്റെയും നടുവിലായിട്ട് ഇങ്ങനെ ചങ്ങല കെട്ടി വെക്കണം എന്നതുപോലെ ഇങ്ങനെ പറയും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കപ്പൽ കൊണ്ട് മുന്നേറി വരാനായിട്ട് പറ്റില്ല എന്നതുപോലെ ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ പറയും. അപ്പോൾ കൗണ്ടോടെയും അത് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോകും. ഹേ, ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാരീസിൻ്റെ കപ്പലുകളെ സജ്ജമാക്കി നിർത്തിക്കോളൂ. അവർ വരുമ്പോൾ അവരെ നമ്മൾ കപ്പൽ മാർഗവും ആക്രമിക്കണം, എന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോളോയുടെ അടുത്ത് തന്നെ വേറൊരുത്തം കൂടി ഉണ്ട്, റോളൻഡ് എന്ന് പറയുന്നവൻ. ഈ റോളൻഡ് ആരാണെന്ന് വെച്ചാൽ കൗണ്ടോഡോയുടെ വലം കൈയാണ്. ഇപ്പോൾ കൗണ്ടോഡോ ഇങ്ങനെ വീട്ടിൽ പോകും. ഇതിനു മുൻപ് കൗണ്ടോഡോ ഒരു സ്ത്രീ ആയിട്ട് ഇങ്ങനെ റൊമാൻറ്റിക് അല്ലേ തെരേസയോട് കൗണ്ടോഡോ പറയും, എംപറർ ചാർലസിനെ പറ്റി ഇങ്ങനെ പറയും, നമ്മുടെ എംപറർ ദുർബലാണ്. പാലത്തിൻ്റെ അവിടെ നോർത്ത് മാൻസ് വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു. എംപറർ വന്നതേ ഇല്ല, ഭയന്ന് അങ്ങനെ ഇരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മോളിൽ ഗിസ്ല അങ്ങനെയല്ല, നല്ല ധൈര്യമുണ്ട്. അത്ര ധൈര്യം പോലും അയാൾക്കില്ല. പിന്നെ അത് മാത്രമല്ലാതെ ഞാൻ കാരണം കൊണ്ടാണ് പാരീസിനെ രക്ഷിച്ചത്. പക്ഷേ എന്താണ്, എല്ലാ ബഹുമാനവും അംഗീകാരവും എംപറിനാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ റൊമാൻറ്റിക് ആവും. കൗണ്ടോടെ തെരേസയായിട്ട് ഇങ്ങനെ റൊമാൻറ്റിക് ആകുമ്പോൾ തെരേസ ഇങ്ങനെ ചാട്ടവാറ് കൊണ്ടൊക്കെ തല്ലി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് കൗണ്ടോഡോയുടെ ശൈലി.
ഇപ്പം ഇവിടെ റോളോയ്ക്ക് ഇങ്ങനെ മുടിയൊക്കെ വെട്ടി ആഡംബര വസ്ത്രമൊക്കെ ഇട്ട് ചന്തക്കാരനാവും. ഇതിനു മുൻപ് റോളോയെ കണ്ടുകിട്ടാൽ പേടിക്കുക എല്ലാവരും ഒരു കരടിയെ പോലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റോളോ ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു പദവിയിലാണ് ഉള്ളത്. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പം അവിടേക്ക് റോളോയുടെ ഭാര്യയായ ഗിസ്ല വരും. ഇപ്പോൾ റോളോയുടെ ഈ പുതിയ വസ്ത്രമെല്ലാം കണ്ടതും ഗിസ്ലയ്ക്കാണെങ്കിൽ അടക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കും റോളോയുടെ ഈ വേഷമൊക്കെ കണ്ട്. ഇവിടെ കഠിനമായിട്ടുള്ള ജീവിതശൈലി നയിക്കാനായിട്ട് പോയ ബിയാൻ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഉണ്ടാക്കി അതിലിങ്ങനെ എര കോർത്തു വയ്ക്കും. ഇവിടെ ഫ്ലോക്കി ആണെങ്കിൽ ഇത്രയും നേരം ഓടിയിട്ട് ഇപ്പോഴാണ് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. പക്ഷേ ഫ്ലോക്കി നിന്നതും ഫ്ലോക്കിയുടെ പിന്നാലെ തന്നെ മുടിക്കിട്ട് വന്ന വൈക്കിംഗ് പോരാളികൾ കാണും. പ്രധാനമായിട്ടും ഊബയെ കാണും. ഇപ്പം പിന്നാലെ തന്നെ പോയതും ഫ്ലോക്കി അവിടെയുള്ളൊരു അരുവിൽ ഒളിഞ്ഞിരിക്കും. വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞിരിക്കും. പക്ഷേ ഊബയാണെങ്കിൽ നല്ല ബുദ്ധിശാലിയാണ്. ഫ്ലോക്കി അരുവിയിൽ ഒളിഞ്ഞിരിക്കുന്നത് അങ്ങനെ കണ്ടുപിടിക്കും. എല്ലാവരുടെ അടുത്തും പറയും. ഇപ്പം ഫ്ലോക്കി പിന്നെയും നന്നായിട്ട് പെട്ടു. ഇവിടെ വെക്സസിൽ ജൂഡിറ്റ് ഇതിനു മുൻപ് ആത്തലിസ്റ്റൺ ജോലി ചെയ്ത ആ സ്ഥലത്തേക്ക് പോകും. അവിടെ പോയി ഉള്ളിൽ പോയി നോക്കിയതും അവിടെ ഒരു പ്രീസ്റ്റ് ഉണ്ട്. നോക്കിയിട്ട് ഞെട്ടിയിട്ട് ആത്തലിസ്റ്റൺ എന്ന് പറഞ്ഞിങ്ങനെ അടുത്ത് പോയതും അത് ആത്തലിസ്റ്റൺ അല്ല, വേറൊരാളാണ്. നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടും പ്രൊഡിൻഷ്യസ്, ഞാൻ ഫ്രാങ്കിൽ നിന്നാണ്. ഇവിടുത്തെ കിങ് എഗ്ബത്ത് ഒരു അധ്യാപകനെ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയുമോ? ശരി, നിങ്ങളാരാണ്? ഞാൻ പ്രിൻസ് എത്തലുൾഫിൻ്റെ ഭാര്യയാണ്. എങ്കിൽ ഞാൻ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ആൺമക്കൾക്ക് വേണ്ടിയായിരിക്കും എന്നെ വിളിച്ചിരിക്കുന്നത് അല്ലേ? അല്ല, എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതും പ്രൊഡ്യൂൺസിയേഷനാണെങ്കിൽ ഒരേ നെട്ടൽ. എങ്ങനെയാണ് ഞാനൊരു സ്ത്രീക്ക് ഇതുപോലെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇതുപോലെ സ്ത്രീകളൊന്നും ഇങ്ങനെ ഗ്രന്ഥങ്ങളൊന്നും ഇങ്ങനെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതപ്പെടാത്തൊരു നിയമം ഉണ്ടായിരുന്നു. ഇവിടെ റോളൻഡും തെരേസ ഇപ്പോൾ ഒരേ സ്ഥലത്താണ് ഉള്ളത്. കൗണ്ട് ഓഡോയോ ആയിട്ട് ബന്ധത്തിൽ തെരേസ ഉള്ളത് കാരണം കൊണ്ട് ഇപ്പോൾ തെരേസയ്ക്ക് നന്നായിട്ട് മുറിവുകളൊക്കെ ആയിട്ടുണ്ട്. ആ മുറിവുകളിലേക്ക് ഇങ്ങനെ മരുന്ന് വെച്ച് കൊടുക്കും റോളൻഡ്. ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ തെരേസയോട് കൗണ്ട് ഓഡോ എംപറർ ചാർലസിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ വന്ന് റോളൻഡിനോട് വന്ന് ഇങ്ങനെ പറയാം. ഇത് കേൾക്കുന്ന റോളൻഡ് കൗണ്ട് ഓഡോ ആയിട്ട് ഇനിയും നന്നായിട്ട് അടുപ്പമായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തെരേസ എന്ന് പറയുന്ന ഈ പെണ്ണ് ഒരു സ്പൈ ആണ്. അതിനുശേഷം പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക് ആവും. ഇപ്പം കിങ് എഗ്ബത്ത് പുതുതായിട്ട് വന്ന അധ്യാപകനെ ബിഷപ്പിനെ പരിചയപ്പെടുത്താനായിട്ട് ഇതാണ് ഫാദർ പ്രൊഡിൻഷ്യസ്. അപ്പോൾ ബിഷപ്പും ഞങ്ങൾ കഴിഞ്ഞ വർഷം വെച്ചിരുന്ന വൈനൊന്ന് രുചിച്ച് നോക്കുകയായിരുന്നു, നിങ്ങളും വന്നൊന്ന് നോക്കും, നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ വൈൻ ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പം തന്നെ പ്രൊഡിൻഷ്യസ് അതങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ തുപ്പിക്കളയും. എന്നിട്ട് പറയും, ഇത് നന്നായിട്ടുണ്ട്, ഞാൻ ഫ്രാങ്കിയിലെ വൈനും ഇതുപോലെയാണ് രുചിച്ച് നോക്കിയത് എന്ന് പറഞ്ഞിങ്ങനെ പറയും. കിങ് എഗ്ബത്ത് പ്രൊഡിൻഷ്യസിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചില പ്രബോധന രഹസ്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആത്തലിസ്റ്റൺ ഇവിടുന്ന് പോയപ്പോൾ കുറേ അധികം വിശുദ്ധ ഗ്രന്ഥങ്ങൾ അദ്ദേഹം അലങ്കരിക്കാനും പൂർത്തിയാക്കാനും അദ്ദേഹം വിട്ടുപോയിരുന്നു. പിന്നെ ജൂഡിറ്റിനെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് പറയാം. പക്ഷേ എന്നിരുന്നാലും പ്രൊഡിൻഷ്യസിനാണെങ്കിൽ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒരു സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷേ എന്ത് തന്നെ ചെയ്യാൻ പറ്റും, കിങ് തന്നെ വന്ന് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇപ്പോൾ വേറെ വഴിയില്ല, അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ സമ്മതിക്കും. ഇപ്പോൾ ഊബയുടെ നേതൃത്വത്തിൽ പിടിച്ചുകൊണ്ട് വന്ന ഫ്ലോക്കിയെ റാഗ്നറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഊബെ ഇങ്ങനെ പറയും, ഞങ്ങളിവനെ കണ്ടെത്തിയച്ച. അപ്പോൾ റാഗ്നർ ഫ്ലോക്കിയെ നോക്കിയിട്ട്, മഹാനായ ഫ്ലോക്കി വെറും കുട്ടികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തേ ദൈവങ്ങൾ നിനക്ക് തുണ നൽകിയില്ലേ? നിന്റെ നിഷ്കളങ്കമായ കണ്ണുകളിൽ നിന്ന് ദൈവം എന്തേ നിന്നെ രക്ഷിച്ചില്ലേ? ചിലപ്പോൾ ഇവനെ രക്ഷിക്കാൻ ദൈവങ്ങൾക്ക് താല്പര്യം കാണില്ല, കാരണം അവർക്ക് നിന്നോട് ദേഷ്യമാണ്. ഇതിനെപ്പറ്റി നിനക്കൊന്നും പറയാനില്ലേ? അപ്പ ഫ്ലോക്കി, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ റാഗ്നറിന് നന്നായിട്ട് ദേഷ്യം വരും. ഇത്രയും സംഭവിച്ചിട്ടും ഫ്ലോക്കി ആത്തലിസ്റ്റിനെ കൊന്നത് ശരിയാണ് എന്നതുപോലെയാണ് പറയുന്നത്. ഇപ്പോൾ റാഗ്നർ, നീ എന്നെ കഷ്ടപ്പെടുത്തി, ഞാൻ നിന്നെയും കഷ്ടപ്പെടുത്തും. നിനക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു ശിക്ഷയാണ്. സത്യത്തിൽ നീയും ചിലപ്പോൾ അഭിനന്ദിക്കും, കാരണം ഞാനിത് കടമെടുത്തത് ദൈവങ്ങളിൽ നിന്നാണ്. ഇത് വളരെ നന്നായിട്ടുണ്ടാവും. അങ്ങനെ വീണ്ടും 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 തുടരും. വീരപരിവേഷണത്തിനും ദൈവപ്രതിക്കും ഒരു സാധ്യതയില്ലാത്ത ഒന്ന് എന്ന് പറഞ്ഞ് ഫ്ലോക്കി അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. റാഗ്നർ ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ വരുന്നത് കാണുന്ന ക്യൂനാസ്ലോഗ് എന്താ ഇങ്ങനെ ദേഷ്യത്തിൽ വരുന്നത്? അപ്പം പറയും, ഫ്ലോക്കി ചെയ്ത തെറ്റ് സമ്മതിക്കുന്നില്ല, അവൻ എന്താണ് ഇങ്ങനെ സമ്മതിക്കാത്തത്? അപ്പം ക്യൂനാസ്ലോഗ്, അവൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? അവനൊരു ക്രിസ്ത്യാനിയല്ലേ കൊന്നുള്ളൂ, അത്രയല്ലേ ഉള്ളൂ, അതിനവനിങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം റാഗ്നർ നല്ല ദേഷ്യത്തിൽ, ക്രിസ്ത്യാനികളോ ദൈവവിശ്വാസങ്ങളോ ഒന്നുമല്ല ഇവിടെ വിഷയം, വിശ്വാസവും സത്യസന്ധതയാണെന്ന് പറഞ്ഞ ആസ്ലോഗിൻ്റെ മുഖത്തിന് രണ്ടെണ്ണം കൊടുത്തിട്ട് ഇതിനെപ്പറ്റി നിനക്കെന്താടി അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും.
എവിടെ മേഴ്സിൽ ക്യൂൻ കുന്തനത്തിനെയും അവളുടെ മകൻ മാഗ്നസിനെയും ഒരു ഗോപുരത്തിലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം അവിടേക്ക് ലോർഡ് എത്തൽവുൾഫും സൈന്യവും വരും. ഇപ്പം ആ ഗോപുരത്തിന്റെ അടുത്തേക്ക് ഇവർക്ക് പോകണമെങ്കിൽ ആ കപാടം തുറക്കണം. ഇപ്പം ആ കപാടത്തിന് കയറ് മൂലമിട്ട് കുതിരയിട്ട് വലിച്ചറ്റിച്ച് പൊളിക്കും. ഇപ്പം എത്തൽവുൾഫും സൈന്യം ഉള്ളിൽ പോകും. ഇപ്പം അവിടെ മേഴ്സിയുടെ പടനായകനുണ്ട്. ഇപ്പം അവൻ ഇതെല്ലാം കണ്ടിട്ട് ആക്രമിക്കൂ എന്ന് പറയും. ഇപ്പം അവിടെ ഒരു ആക്രമണം നടക്കും. ഒരു യുദ്ധം തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വെട്ടാൻ തുടങ്ങും. കുറേ പേരിങ്ങനെ വീരമരണമായിക്കൊണ്ടിരിക്കുകയാണ്. മേഴ്സിയുടെ ഭാഗത്തു നിന്നാണ് കുറേ പേര് വീരമരണമായിക്കൊണ്ടിരിക്കുന്നത്. 4 ഭാഗത്ത് നിന്ന് മേഴ്സിയൻ സൈനികരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മേഴ്സിയുടെ പടനായകൻ കണ്ടിട്ട് അദ്ദേഹം ഒരു സൈനികനോട് പറയും, ക്യൂൻ കുന്തനത്ത് ഗോപുരത്തിൽ ഒരു മുറിയിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ ആ മുറിയുടെ ചാവി എടുത്തൊരു സൈനികൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, പോയി കുന്തനത്തിനെയും പിന്നെ ആ കുട്ടിയെയും പോയി കൊന്നോളൂ എന്ന് പറയും. ഇപ്പോൾ ആ സൈനികൻ ഇങ്ങനെ ഓടും. ആ സൈനികൻ്റെ കയ്യിൽ ചാവിയുള്ളത് ദൂരത്തിലുള്ള എത്തൽവുൾഫും കാണും. എത്തൽവുൾഫ് നേരെ പോയിട്ട് ആ സൈനികരെ ഇങ്ങനെ അടിക്കാനായിട്ട് ഇങ്ങനെ ഓടും. പക്ഷെ കുറുകെ കുറേ സൈനികർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവരെല്ലാവരെയും എത്തൽവുൾഫ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാവി വെച്ചിരിക്കുന്ന ആ സൈനികൻ ആ ഗോപുരത്തിൻ്റെ വാതിൽ ഇങ്ങനെ തുറക്കാനായിട്ട് നോക്കും. പക്ഷെ ആ സൈനികനെ കൊണ്ട് തുറക്കാനായിട്ട് പറ്റുന്നില്ല. താഴെ നിന്ന് മുകളിലെ മുറി നോക്കി ഇങ്ങനെ കത്തും. ക്യൂനെ കൊന്നോളൂ എന്ന് പറയും. ആ മുറിക്കുള്ളിലാണെങ്കിൽ 2 മേഴ്സിയൻ സൈനികരായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇത് കേട്ടതും അവരിങ്ങനെ ക്യൂനെ ഇങ്ങനെ കൊല്ലാനായിട്ട് പോകും. കുന്തനത്താണെങ്കിൽ അപ്പം തന്നെ അവർ 2 പേരും ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ അടിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ ചാവി വെച്ചിരിക്കുന്ന ആ സൈനികൻ്റെ അടുത്തേക്ക് എത്തൽവുൾഫ് വരും. 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അടിയാവും. അതുപോലെ തന്നെ ഗോപുരത്തിൻ്റെ മുകളിൽ ക്യൂൻ കുന്തനത്തും ആ 2 സ്ത്രീകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാണ്. താഴെ എത്തൽവുൾഫ് ആണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് അടി വാങ്ങും. പിന്നെ ഇങ്ങനെ എണീറ്റ് പോയിട്ട് ഇങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഗോപുരത്തിൻ്റെ മുകളിലുള്ള സൈനികർ ഇതെല്ലാം കണ്ടിട്ട് വലിയ വലിയ പാറക്കല്ലുകളൊക്കെ എടുത്ത് എത്തൽവുൾഫിൻ്റെ തലയിൽ തന്നെ ഇട്ട് കൊല്ലാനായിട്ട് നോക്കും. പക്ഷേ ആ കല്ലുകളൊന്നും നേരെ പോയി വീഴില്ല. സമാധാനത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഇങ്ങനെ താഴെ ഇട്ടതും ഇപ്പോൾ എത്തൽവുൾഫ് മാറിയതും ആ ചാവി വെച്ചിരിക്കുന്ന സൈനികൻ്റെ തലയിൽ തന്നെ ആ കല്ല് വീണ് അവിടെ തന്നെ അങ്ങനെ തീരും. ഇവിടെ മുകളിലാണെങ്കിൽ കുന്തനത്ത് ആ 2 സ്ത്രീകളായിട്ട് ഇങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുന്തനത്ത് ഇപ്പം അങ്ങനെ താഴെ വീണതും അതിലൊരു സ്ത്രീ ആ മാഗ്നസ് ആ ചെറിയ കുട്ടിയെ ഇങ്ങനെ കൊല്ലാൻ നോക്കിയതും കുന്തനത്ത് പിന്നെ എണീറ്റ് പോയി ആ സ്ത്രീയുടെ തല തല്ലി പൊളിക്കും. ഇപ്പോൾ വേറൊരു സ്ത്രീ കുന്തനത്തിൻ്റെ കഴുത്തിൽ തന്നെ വന്നിങ്ങനെ തുണിയിട്ട് ഇങ്ങനെ വലിച്ചതും ഇപ്പോൾ താഴെയുള്ള എത്തൽവുൾഫ് എങ്ങനെയൊക്കെയോ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി വന്ന് ആ ഗോപുരത്തിൻ്റെ വാതിൽ പൊളിക്കും. കുന്തനത്തിനെ പിടിച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ നെഞ്ചത്ത് കൂടെ തന്നെ വാളുകൊണ്ട് തുളച്ച് കയറ്റും. ഇപ്പോൾ അവസാനം ഒരു വഴിയായിട്ട് കുന്തനത്തിനെയും മാഗ്നസിനെയും എത്തൽവുൾഫ് രക്ഷിച്ചു. ഇവിടെ ബിയാണാണെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ആ കൊടും മഞ്ഞത്ത് ഒരു മീനിനെ പിടിച്ചു. ഇപ്പോഴാണെങ്കിൽ ശൈത്യകാലം നന്നായിട്ട് മഞ്ഞൊക്കെ നന്നായിട്ട് വരുന്നൊരു സമയം കൂടിയാണ്. ഒറ്റയ്ക്കിരുന്ന് ആ ഒരു മീനിനെ മാത്രം ഇങ്ങനെ ഇരുന്ന് ചുട്ട് തിന്നും. ഇവിടെ ഹിൽഗ എങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ശൈത്യകാലത്ത് എന്ന് പറഞ്ഞ് നോക്കാനായിട്ട് റാഗ്നർ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നോക്കിയത്. അപ്പ ഹിൽഗ ഒറ്റയ്ക്കൊരു കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പ റാഗ്നർ, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പ ഹിൽഗ, നിങ്ങൾ കാണുന്നില്ലേ, ഞാനൊരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകളെ കുഴിച്ചിടാൻ. ഇത് കേട്ടതും റാഗ്നർ ഞെട്ടിയിട്ട്, അവൾ എങ്ങനെയാണ് മരിച്ചത്? അപ്പ ഹിൽഗ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ പോയില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് കേട്ടതും റാഗ്നറിനാണെങ്കിൽ ഇപ്പോഴും നന്നായിട്ട് സങ്കടം വരും. എന്നിട്ട് ചോദിക്കും, നീ ഫ്ലോക്കിയെ അറിയിച്ചോ? ഇല്ല. ഇങ്ങനെ ഹിൽഗയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ആ മൺവെട്ടി വാങ്ങിയിട്ട് റാഗ്നർ ആങ്കർ ബോർഡയുടെ ആ കുഴി ഇങ്ങനെ തോണ്ടും. എന്നിട്ട് ഇവർ 2 പേരും കൂടെ ആങ്കർ ബോർഡിനെ അങ്ങനെ കുഴിച്ചിടും. ഇപ്പോൾ ഫ്ലോക്കി എവിടെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഫ്ലോക്കിക്ക് ഒരു ശിക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞ റാഗ്നർ പറഞ്ഞില്ല. അതുപോലെ ഫ്ലോക്കിനെ ഒരു ഇരുട്ടായിട്ടുള്ള ഗുഹയുടെ ഉള്ളിൽ വെച്ച് ഒരു തുണ്ട് വസ്ത്രം മാത്രം കെട്ടിയിട്ട് ആ കൊടും തണുപ്പത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ലാതെ 2 കൈകളും കാലുകളും ആ ഗുഹയുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കെട്ടിയിരിക്കുകയാണ്. നന്നായിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ലാതെ ആ ഗുഹയുടെ മുകളിലൂടെ ഇങ്ങനെ ഉറവ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളമൊക്കെ ഇങ്ങനെ ഫ്ലോക്കിയുടെ തലയിലും കണ്ണിലൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഇത് കാരണം കൊണ്ട് ഫ്ലോക്കിക്ക് ഉറങ്ങാനും പറ്റില്ല. നന്നായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. നന്നായിട്ട് ക്രൂരമായിട്ടുള്ള വേദനകളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതായത് മരണത്തേക്കാളും ഭയങ്കരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള വേദനയിൽ ഫ്ലോക്കി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കത്തും. എവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. പിന്നെ അതുമാത്രമല്ലാതെ ഫ്ലോക്കിക്ക് വേറൊരു സങ്കടപരമായിട്ടുള്ളൊരു കാര്യം കൂടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മോള് ആങ്കർ ബോർഡ മരിച്ചുപോയി. ഇതിന് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ റാഗ്നറും കാരണമാണ്. ഈ കാര്യങ്ങളെല്ലാം ഫ്ലോക്കി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം.